പൊതുപ്രവർത്തനങ്ങൾ. ജനങ്ങളുടെ നായകനും വഴികാട്ടിയും ഗുണകാംക്ഷിയുമായി നിൽക്കുന്ന പ്രബോധകൻ അവരുടെ പുരോഗതിക്കും വിജയത്തിനും വേണ്ടി യത്നിക്കുന്നു. ആത്മീയ ജീവിതത്തിന്റെ എല്ലാ വിജയവും അയാൾ പഠിപ്പിക്കുന്നുണ്ട്. ഭൗതിക കാര്യങ്ങളിലെ നന്മയും തിന്മയും അനുവദനീയവും വേർതിരിക്കാനും അയാൾ ബാധ്യസ്ഥനാണ്. പൊതുകാര്യങ്ങളിൽ ജനങ്ങളെക്കാൾ താല്പര്യം അയാൾക്ക് വേണം. കാരണം ചിലപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് പണ്ഡിതന്റെ അസാന്നിധ്യം മുസ്ലിംകളെ സാരമായി ബാധിക്കും. ആ ഭവിഷ്യത്ത് നേരത്തെ കാണാനും പരിഹാരമുണ്ടാക്കാനും സാധാരണക്കാരന് കഴിയില്ലല്ലോ. അറിയിച്ചു കൊടുത്താൽ വിചാരിച്ചതിലേറെ ഗുണങ്ങൾ മറ്റു മേഖലയിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. നമ്മുടെ പണ്ഡിത സമൂഹം ഏതെല്ലാം പ്രദേശങ്ങളിൽ സജീവ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം പൊതുരംഗം സജീവമാണെന്ന് കാണാം. മുസ്ലിംകൾക്ക് ദീനിന്റെ നിയമമില്ലാത്ത ഭൗതിക കാര്യമില്ലെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ ദീനുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കാവുന്നത് എന്തുണ്ട്? അനിവാര്യമോ അനുവദനീയമോ ആയ സകല സംഗതികളും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ലൈൻ സ്ഥാപിക്കാനും നിലനിർത്താനും ശ്രമിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും കാര്യലാഭക്കാരും നേതൃനിരയിലെത്തും. പണ്ഡിതനോ ആർക്കും വേണ്ടാത്ത ഒരു മുടക്കച്ചരക്കുമായിരിക്കും. നീണ്ടകാലം സമുദായത്തിലെ ചിലർ കാണിച്ച വൈമുഖ്യം പണ്ഡിതന്മാരുടെ മേൽവിലാസം പോകാനിടയാക്കി. ഇന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെ ശ്രമകരവും വിപ്ലവകരവുമായ മുന്നേറ്റത്തിലൂടെ ജനങ്ങൾ പണ്ഡിത നേതൃത്വത്തിന് കീഴ്പ്പെടുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ദീനും ദുന്യാവും അറിയാത്തവന് മുൻഗണന കിട്ടുന്ന ചാൻസുകൾ കൊട്ടിയടക്കുക തന്നെ വേണം. പ്രബോധകന്റെ പൊതുപ്രവർത്തനം പക്ഷേ ഭൗതിക നേട്ടങ്ങൾക്കാകരുത്. ഇവിടെ പെട്ടുപോകാൻ സാധ്യത അധികാരമാണ്. പിന്നെ തലവലിക്കാൻ കഴിയുകയുമില്ല. ലക്ഷ്യം മറക്കാതെ ശ്രദ്ധിച്ചു നിന്ന് ഉയരുക. സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ ഭരണകൂടങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഉത്സാഹപൂർവം കയറി വരുന്നിടത്ത് പ്രബോധകൻ തൻ്റെ പങ്കു നിർവഹിക്കാൻ തയ്യാറാകട്ടെ. ഇസ്ലാമിക മദ്രസകളും മറ്റും ഇതിനായി അനുവദിക്കാം. പ്രസംഗങ്ങളിൽ നിരക്ഷരതയ്ക്കെതിരെ ശബ്ദിക്കാം. സൗജന്യമായി പുസ്തകങ്ങൾ നൽകാം. ശേഖരണവും വിതരണവും ഏറ്റെടുക്കാം. രക്തഗ്രൂപ്പ് നിർണയിക്കുവാനും ആവശ്യക്കാർക്ക് വഴി പറഞ്ഞു കൊടുക്കാനും സംവിധാനമുണ്ടാക്കാം. ലൈബ്രറികൾ സ്ഥാപിക്കാനും കൂടുതൽ ഉപകാരമുള്ള വിധത്തിൽ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുവാനും ശ്രമിക്കാം. നിർധനരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് അതത് സമയത്ത് റിലീഫുകൾ സ്വരൂപിക്കാൻ നേതൃത്വം നൽകുക. ഇനിയും ഒട്ടധികം ഫീൽഡുകളിൽ പ്രബോധകൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ശരീരവും മനസ്സും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പ്രബോധകന് നേടാൻ കഴിയാത്ത യാതൊന്നും ഭൂമിയിലില്ല. ഇസ്രയും കൈസറും വിറച്ചത് പ്രബോധകനും ഭരണാധികാരിയുമായ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലായിരുന്നു. കടുത്ത പ്രയാസങ്ങളിലും ക്ഷമിച്ചും സഹിച്ചും പഠിച്ചും തൻ്റെ സമൂഹത്തെ നയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിക്ക് ഈ പട്ടം അപ്പോൾ മാത്രം ഉചിതവും അനുഗ്രഹവുമാണ്. ഇതൊന്നും ചെയ്യാതെ പ്രബോധകൻ കുറെ പഠിച്ചു മരിച്ച പോലെ ജീവിച്ചു. യാതൊരു ചലനവും ഉണ്ടാക്കാത്ത അയാൾ ഇസ്ലാമിനും മുസ്ലിമുകൾക്കും ഗുണം ചെയ്തില്ല. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കൽ, സ്ത്രീധന പ്രശ്നം കൊണ്ട് കണ്ണീർ കുടിക്കുന്ന കുടുംബത്തിന് ആശ്വാസം ചെയ്യൽ, കടത്തിൽ വലഞ്ഞവരെ സഹായിക്കൽ, ഇതൊക്കെ പൊതുപ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. 2-3 ഇനം തിരഞ്ഞെടുത്ത് അത് നടപ്പിലാക്കാൻ നമുക്ക് വഴിയുണ്ടാക്കുക. ക്രമേണ മറ്റുള്ളവയും സാധിക്കുന്നതാണ്.